Hello my dears, welcome to ACS online class. നമ്മൾ പ്രാക്ടീസ് ബുക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ബാക്കി പഠിക്കാം. പേജ് നമ്പർ 23. There are 987 boys and 915 girls in this school. How many students are there in all? എന്താണ് ഒരു സ്കൂളിൽ ടോട്ടൽ 987 ബോയ്സും 915 ഗേൾസും ഉണ്ട്. അപ്പോൾ ടോട്ടൽ സ്റ്റുഡൻസിന്റെ എണ്ണം കാണാൻ എന്ത് ചെയ്യണം? രണ്ടും ആഡ് ചെയ്യണം അല്ലേ? രണ്ടും ആഡ് ചെയ്യണം. നമ്പർ ഓഫ് ബോയ്സ് is equal to 987. Number of girls is equal to 950. Therefore, total number of students is equal to 987 plus 915. എന്താണ് ആൻസർ? ചെയ്ത് നോക്കാം. 1902 കിട്ടും. ഓക്കെ, ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് 1902 ആണ്. ഇനി 4818 men and 2925 women attended a meeting. കുറച്ച് നമ്മുടെ ഈ 4718 ആണുങ്ങളും 2925 പെണ്ണുങ്ങളും ഒരു മീറ്റിംഗിൽ പങ്കെടുത്തല്ലേ? ഹൗ മെനി പീപ്പിൾ അറ്റൻഡഡ് ദ മീറ്റിംഗ് ഓൾ ടുഗദർ? അങ്ങനെയെങ്കിൽ അങ്ങനെയെങ്കിൽ എത്ര പേര് ആ മീറ്റിംഗിൽ മൊത്തത്തിൽ പങ്കെടുത്തു എന്ന് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? രണ്ട് നമ്പേഴ്സൂടെ ആഡ് ചെയ്യണം അല്ലേ? അപ്പോൾ number of men attended, number of men is equal to 4818. The number of women attended 2925. Therefore, total number of people നമ്മുടെ ആഡ് ചെയ്യാം, പേസ് വാല്യൂ അനുസരിച്ച് ആഡ് ചെയ്യാം. 4818 പ്ലസ് 2925. നമുക്ക് പ്ലേസ് വാല്യൂ അനുസരിച്ച് ones, tens, 100, 1000 അല്ലേ? പ്ലേസ് വാല്യൂ അനുസരിച്ച് ആഡ് ചെയ്യാം. 8 plus 5 എന്താണ്? 13. Carry 1. 1 plus 1 2. 2 plus 2 4 അല്ലേ? ഇനിയോ 8 plus 9 എന്ത് കിട്ടും? 8 plus 9 17. 7 എഴുതി. Carry 1. 1 plus 4 എന്താണ്? 5. 5 plus 2 7. അപ്പോൾ ടോട്ടൽ എത്ര പേര് അറ്റൻഡ് ചെയ്തു? 7743 അല്ലേ? ഇനി a transport company has 740 buses and 685 lorries. How many vehicles are there in all? അങ്ങനെയെങ്കിൽ ഒരു ട്രാൻസ്പോർട്ട് കമ്പനിയിൽ 748 ബസ് ഉണ്ട്, 685 ലോറീസ് ഉണ്ട്. അങ്ങനെയെങ്കിൽ ടോട്ടൽ എത്ര വെഹിക്കിൾസ് ഉണ്ടാവും എന്ന് നമുക്ക് കണ്ടുപിടിക്കണം. എന്ത് ചെയ്യണം? രണ്ട് നമ്പേഴ്സൂടെ ആഡ് ചെയ്യണം അല്ലേ? നമ്പർ ഓഫ് ബസ്സസ് is equal to 740 buses. ഇനി നമ്പർ ഓഫ് ലോറീസ് is equal to 685 ലോറീസ്. Total number of vehicles is equal to 100 add ചെയ്ത് 740 plus 685. എന്ത് ആൻസർ കിട്ടും അത് അവിടെ എഴുതുക. പെൻസിൽ യൂസ് ചെയ്ത് വേണം എഴുതാൻ. ഓക്കെ, ഇനി there are 786 Malayalam books, 874 English books and 642 Hindi books in a library. How many books are there in all? കുറച്ച് മലയാളം ബുക്ക് ഉണ്ട്, ഇംഗ്ലീഷ് ബുക്ക് ഉണ്ട്, ഹിന്ദി ബുക്ക് ഉണ്ട്. ടോട്ടൽ എത്ര ബുക്സ് ഉണ്ടാവും ആ ലൈബ്രറിയിൽ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. ഈ മൂന്ന് നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്യണം അല്ലേ? നമ്പർ ഓഫ് മലയാളം ബുക്സ് is equal to 786. അവിടെ എഴുതിക്കേ 786. നമ്പർ ഓഫ് ഇംഗ്ലീഷ് ബുക്സ് is equal to 874. നമ്പർ ഓഫ് ഹിന്ദി ബുക്സ് is equal to 642. Therefore, total number of books is equal to എന്താണ്? 786 plus 874 plus 642. That is equal to answer എന്താണെന്ന് കണ്ടുപിടിച്ചിട്ട് അവിടെ എഴുതുക. ഇനി വർക്ക്ഔട്ട് നിങ്ങൾക്ക് നോട്ട്ബുക്കിൽ ചെയ്യാം കേട്ടോ. നോട്ട്ബുക്കിൽ ഈ ചാപ്റ്ററിന്റെ ഹെഡിങ് കൊടുത്തിട്ട് പ്രാക്ടീസ് ബുക്ക് എന്ന ഹെഡിങ് കൊടുത്തിട്ട് നിങ്ങൾക്ക് നോട്ട്ബുക്കിൽ തന്നെ വർക്ക്ഔട്ട് ചെയ്യാം. ഇവിടെ വർക്ക്ഔട്ട് ചെയ്യാനുള്ള സ്പേസ് ഇല്ല, അതുകൊണ്ട് നോട്ട്ബുക്കിൽ തന്നെ വർക്ക്ഔട്ട് ചെയ്യാം കേട്ടോ. ഇനി പേജ് നമ്പർ 23 എന്നും കൂടെ ആ ക്വസ്റ്റ്യന്റെ സൈഡിൽ വർക്ക്ഔട്ട് ചെയ്യുന്ന പേജിൽ ജസ്റ്റ് ഒന്ന് എഴുതിയിട്ടേക്കാം. ഇനി an exhibition lasted for 3 days. എക്സിബിഷൻ 3 ദിവസം നീണ്ടു നിന്നു. 1085 people visited on the first day. 1085 പേര് ആദ്യത്തെ ദിവസം ആ എക്സിബിഷൻ കാണാൻ വേണ്ടി വിസിറ്റ് ചെയ്തു. 974 on second day. എന്താണ്? 974 പീപ്പിൾസ് രണ്ടാമത്തെ ദിവസം വന്നു. ഇനി 2316 on third day. എന്താണ്? 2316 പേര് മൂന്നാമത്തെ ദിവസം വന്നു. How many people visited in the exhibition all together? അങ്ങനെയെങ്കിൽ ഈ എക്സിബിഷനിൽ എല്ലാം കൂടെ എത്ര പേര് വിസിറ്റ് ചെയ്യാൻ വന്നിട്ടുണ്ടാവും? അത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം അല്ലേ? നമ്പർ ഓഫ് പീപ്പിൾ വിസിറ്റഡ് ഓൺ ദ ഫസ്റ്റ് ഡേ is equal to 1085.
ഇനി number of people visited on second day is equal to 974. Number of people visited on third day is equal to എന്താണ് 2216. Therefore, total number of people visited is equal to 1085 plus 974 plus 2316. ആൻസർ ചെയ്ത് കണ്ടുപിടിച്ച് അവിടെ ആൻസർ എഴുതുക. ഓക്കെ, ആൻസർ എഴുതി എന്താണ് നോട്ട്ബുക്കിൽ ആൻസർ വർക്കൗട്ട് ചെയ്യാം. ആൻസർ ചെയ്തൊന്ന് കണ്ടുപിടിച്ചിട്ട് അവിടെ എഴുതിയാൽ മതി കേട്ടോ. വർക്കൗട്ട് പ്രാക്ടീസ് ബുക്കിൽ ചെയ്യേണ്ട, നോട്ട്ബുക്കിൽ ചെയ്താൽ മതി. പിന്നെ സബ്ട്രാക്ഷൻ ആണ്. സബ്ട്രാക്ട് 7 - 4 എളുപ്പമല്ലേ? 7 - 4 എന്താണ്? 3 ആണ് അല്ലേ? 17 - 40 എന്താണ്? പ്ലേസ് വാല്യൂ അനുസരിച്ച് സബ്ട്രാക്ട് ചെയ്യുക. 700 - 400 7000 - 4000 നമുക്ക് ചെയ്യാം. 7 - 4 3 എന്നെല്ലാവർക്കും അറിയാം. ഇനി 70 - 40 70 - 40 പ്ലേസ് വാല്യൂ അനുസരിച്ച് നമുക്ക് അഡീഷൻ ചെയ്തപോലെ തന്നെ പ്ലേസ് വാല്യൂ അനുസരിച്ച് സബ്ട്രാക്ട് ചെയ്യാം. 0 - 0 0 7 - 4 എന്താണ്? 3. അപ്പൊ ആൻസർ എന്ത് കിട്ടും? 30 എന്ന് കിട്ടും അല്ലേ? ഇനി 700 - 400 ചെയ്താലോ? പ്ലേസ് വാല്യൂ അനുസരിച്ച് തന്നെ നമുക്ക് സബ്ട്രാക്ട് ചെയ്യാം. 1s 10s 100 അല്ലേ? 0 - 0 0 0 - 0 0 7 - 4 3. ആൻസർ എന്ത് കിട്ടി? 300 കിട്ടി. ഇനി നമ്മൾ എന്താണ്? ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവാം? 7000 - 4000 ചെയ്യാൻ പോവാം കേട്ടോ. 1s 10s 100,000. ഓക്കെ, 0 - 0 0 0 - 0 0 0 - 0 7 - 4 3. അപ്പോൾ ആൻസർ എന്ത് കിട്ടി? 3000 കിട്ടി അല്ലേ? അപ്പോൾ നമ്മൾ 1000 എങ്ങനെയൊക്കെ വന്നാലും പ്ലേസ് വാല്യൂ അനുസരിച്ച് നമ്മൾ ഓരോ നമ്പേഴ്സ് സബ്ട്രാക്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ആ ഫോം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമല്ലോ. 6 - 3 എന്താണ്? 3 ആണ്. 60 - 30 30 ആണ്. 600 - 300 എന്ത് കിട്ടും? 300 കിട്ടും. 6000 - 3000 എന്ത് കിട്ടും? 3000 എന്ന ആൻസർ കിട്ടും. ഓക്കെ, ഇനി സബ്ട്രാക്ട് മെന്റലി. മെന്റൽ മൈൻഡിൽ നിങ്ങൾ എഴുതി നോക്കുകയല്ല, മൈൻഡിൽ സബ്ട്രാക്ട് ചെയ്യുന്നത്. 7000 - 2000 7000 2000. ഓക്കെ, 7000 - 2000 മൈൻഡിൽ നോക്കുക. ഓക്കെ, മിസ് ജസ്റ്റ് പറഞ്ഞുതരാം. 0 - 0 0 0 - 0 0 - 0 7 - 2 എന്ത് കിട്ടും? 5 എന്ന് കിട്ടും. പെട്ടെന്ന് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റത്തില്ലേ? ഈ ആദ്യത്തെ 2 നമ്പർ നമ്മൾ മൈനസ് ചെയ്ത് ആൻസർ എഴുതാൻ പറ്റും അല്ലേ? എത്ര സീറോസ് ഉണ്ടോ അത്രയും സീറോസ് ഇട്ട് കൊടുത്തു. ഓക്കെ, അങ്ങനെ ഓരോന്നും ചെയ്യണം കേട്ടോ. 8000 - 7000 എന്ത് കിട്ടും? 1000 കിട്ടും. 8 - 7 എന്താണ്? 1 ആണ് അല്ലേ? 1ന്റെ കൂടെ 3 സീറോസ്. അപ്പോൾ എന്ത് വായിക്കും? 1000. 8000 - 4000 എങ്ങനെ മൈനസ് ചെയ്യും? 8 - 4 ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 4 കിട്ടും അല്ലേ? അപ്പോൾ 4 ആ ക്വസ്റ്റ്യനിൽ 3 സീറോസ് ഉണ്ടല്ലേ? പ്ലേസ് വാല്യൂ എന്താണ്? 8 - 4 1000 സ്ഥാനത്താണ് അല്ലേ? അപ്പോൾ 4ഉം 3 സീറോസും വരണം അല്ലേ? അങ്ങനെ ആ സബ്ട്രാക്ട് മെന്റലി ആ പ്രോബ്ലംസ് എല്ലാം മൈൻഡിൽ ചെയ്ത് നോക്കണം. സബ്ട്രാക്ട് ചെയ്ത് നോക്കിയിട്ട് അത് ആൻസർ ചെയ്യണം. ഇനി സബ്ട്രാക്ട് 4384 മൈനസ് 2152. നമുക്ക് സബ്ട്രാക്ഷനിൽ ഒരു റൂൾ ഉണ്ട്. നമുക്കറിയാം ഏറ്റവും വലിയ നമ്പറിൽ നിന്നായിരിക്കും ചെറിയ നമ്പർ മൈനസ് ചെയ്യുന്നത് അല്ലേ? അഡീഷന് ആ റൂളില്ല അല്ലേ? വലുതാണെങ്കിലും ചെറുതാണെങ്കിലും ഒരുമിച്ച് അങ്ങ് ആഡ് ചെയ്ത് പോകും. പക്ഷെ സബ്ട്രാക്ഷൻ എങ്ങനെയാണ്? വലിയ നമ്പറിൽ നിന്ന് വേണം നമുക്ക് ചെറിയ നമ്പർ കുറച്ചെടുക്കാൻ, സബ്ട്രാക്ട് ചെയ്യാൻ. ഇനി എന്താണ്? നമ്മൾ അഡീഷനെ പോലെ തന്നെ 1s 10s 100 1000 ഈ പ്ലേസ് വാല്യൂ അനുസരിച്ച് നമുക്ക് മൈനസ് ചെയ്ത് പോവാം. 4 - 2 2 ആണ്. 8 - 5 എന്താണ്? 3 ആണ്. 3 - 1 എന്താണ്? 2 ആണ്. പിന്നെ 4 - 2 എന്താണ്? 2 ആണ്. അപ്പോൾ ആൻസർ എന്ത് കിട്ടി? 2232 എന്ന് കിട്ടിയോ എല്ലാവർക്കും? ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ? അടുത്ത ക്വസ്റ്റ്യൻ 5428 മൈനസ് 3115. 5428 മൈനസ് 3115 ചെയ്യാം. 8 - 5 3 2 - 1 1 4 - 1 3 5 - 3 2. ആൻസർ എന്താണ്? 2338. എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നില്ലേ? അടുത്ത ക്വസ്റ്റ്യൻ ഒക്കെ തന്നെ ചെയ്യണം കേട്ടോ. ഇതോടെ മിസ് പറഞ്ഞു തരുവേ. 7982 മൈനസ് 4531. ഓക്കെ, 2 - 1 1 8 - 3
5, 9 minus 5, 4, 7 minus 4, 3. Answer എന്ത് കിട്ടി? 3451 എന്ന് കിട്ടും അല്ലേ? അങ്ങനെ ആ സബ്ട്രാക്ട് എന്ന പ്രോബ്ലംസ് കംപ്ലീറ്റും ചെയ്യണം കേട്ടോ. ഡൗട്ട് വരല്ലേ? അവസാനത്തെ ഒരു ക്വസ്റ്റ്യൻ മിസ് പറഞ്ഞു തരാവേ. ഡൗട്ട് വരാൻ ചാൻസ് ഉള്ളതെന്ന് തോന്നിയിട്ടാണ്. 9428 minus 9415. വലിയ നമ്പർ ഏതാണ്? 9428 ആണല്ലേ? 28 ആണ് വലുത്. 9415നെക്കാട്ടിയും വലുത് 9428 ആണ്. അപ്പം നമുക്ക് ആ കൂടിയ ആ നമ്പറിൽ നിന്ന് കുറഞ്ഞ നമ്പർ മൈനസ് ചെയ്യാൻ പോവാണ്. 8 minus 5, 3. 2 minus 1, 1. 4 minus 4 എന്താണ്? 0. 9 minus 9, 0. അപ്പോൾ ആൻസർ എന്ത് കിട്ടി? 13. ആൻസർ എന്താണ്? 13. ഓക്കെ, മനസ്സിലായല്ലോ ഇപ്പോൾ എല്ലാവർക്കും? ഇനി അടുത്ത സബ്ട്രാക്ട് മെന്റലി സബ്ട്രാക്ട് ചെയ്യാനാണ്. 7428 മൈനസ് 428. നമുക്കറിയാം 7428 എളുപ്പവഴി. 7428 മൈനസ് 428 പ്ലേസ് വാല്യൂ അനുസരിച്ച് നമ്പേഴ്സ് എഴുതി. എളുപ്പമാണ്. 8 minus 8, 0. 2 minus 2, 0. 4 minus 4, 0. 7 താഴോട്ട് എഴുതി. ആൻസർ എന്ത് കിട്ടി? 7000 കിട്ടി അല്ലേ? അതുപോലെ 3428 മൈനസ് 3000 എന്ത് കിട്ടും? ആൻസർ എന്ത് കിട്ടും? 428 കിട്ടും. 3428 മൈനസ് 3000 എന്ന് കിട്ടും. ഓക്കെ, മൈനസ് ചെയ്യുവാണ്. 8 minus 0, 8. 2 minus 0, 2. 4 minus 0, 4. 3 minus 3, 0. അപ്പോൾ ആൻസർ എന്ത് കിട്ടി? 428. പെട്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ലേ? 428 മെന്റലായിട്ട് ചെയ്ത് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ലേ? മനസ്സിൽ ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ട് അല്ലേ? എളുപ്പം ഉള്ള സബ്ട്രാക്ഷൻസ് ആണ് അവിടെ കൊടുത്തേക്കുന്നത്. അപ്പോൾ അവിടെ അത് ചെയ്യണം കേട്ടോ. 2928 മൈനസ് 1000 എന്ത് കിട്ടും? അപ്പോൾ നമുക്ക് ചിന്തിച്ച് നോക്കാം. വൺസിൻ്റെ സ്ഥാനത്തുള്ള 8 minus 0, 8. ടെൻസിൻ്റെ സ്ഥാനത്തുള്ള 2 minus 0, 2. 100ൻ്റെ സ്ഥാനത്തുള്ള 9 minus 0, 9. ഇനി 1000ൻ്റെ സ്ഥാനത്തുള്ള 2 minus 1 എന്താണ്? 1. അപ്പോൾ എന്ത് കിട്ടിയ ആൻസർ? 1928 എന്ന് കിട്ടും. അങ്ങനെ ഇത് മൈൻഡിൽ അത് ചെയ്യണം കേട്ടോ. മൈൻഡിൽ ചെയ്ത് ആൻസേഴ്സ് ആ ബോക്സിൽ പെൻസിൽ വെച്ച് എഴുതണം. ഓക്കെ, ഇനി പേജ് നമ്പർ 27. സ്പ്ലിറ്റ് ആൻഡ് സബ്ട്രാക്ട്. ഇവിടെ എന്താ ചെയ്യുന്നത്? സ്പ്ലിറ്റ് ചെയ്യണം അല്ലേ? സ്പ്ലിറ്റ് ചെയ്തിട്ട് സബ്ട്രാക്ട് ചെയ്യണം. ഓക്കെ, 13,000 അല്ലേ? 1300. 1300 13,000 അല്ല, 1300. 1300 എത്ര ഹൺഡ്രഡ്സ് ഉണ്ട്? 13 ഹൺഡ്രഡ്സ് ഉണ്ട് അല്ലേ? 1300 13 ഹൺഡ്രഡ്സ് ഉണ്ട്. 7 ഹൺഡ്രഡ്സിൽ എത്ര ഹൺഡ്രഡ്സ് ഉണ്ട്? നമുക്ക് എത്ര ഫിഗേഴ്സിൽ ഫിഗേഴ്സിൽ കിടക്കാം അല്ലേ? 700 എല്ലാം ഫിഗർ ഫോർമാറ്റിൽ കിടക്കാം, നമ്പർ ഫോർമാറ്റിൽ കിടക്കുന്നത്. നമ്മൾ ഫിഗറും വേർഡ്സിലും കൂടെ കൺവേർട്ട് ചെയ്യുക. എത്ര ഹൺഡ്രഡ്സ് ഉണ്ട്? 700 എത്ര ഹൺഡ്രഡ്സ് ഉണ്ട്? 7 ഹൺഡ്രഡ്സ് ഉണ്ട്. ഇത് സബ്ട്രാക്ട് ചെയ്താലോ? 13 minus 7 എന്ത് കിട്ടും? 6 കിട്ടും. ഓക്കെ, ഇപ്പോൾ 6 ഹൺഡ്രഡ്സ് എന്ന് കിട്ടും. 600 നമ്മൾ ഫിഗറിൽ എഴുതിയാൽ 600 എന്ന് എഴുതാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 15,000. 15,500 മൈനസ് 700. ഓക്കെ, ഈ 1500 എത്ര ഹൺഡ്രഡ്സ് ഉണ്ട്? 15 ഹൺഡ്രഡ്സ് ഉണ്ട്. ഈ 700 എത്ര ഹൺഡ്രഡ്സ് ഉണ്ട്? 7 ഹൺഡ്രഡ്സ് ഉണ്ട്. 15 minus 7 എന്താണ്? എന്ത് കിട്ടും? 15 minus 7 8 കിട്ടും അല്ലേ? 8. അപ്പോൾ 8 ഹൺഡ്രഡ്സ്. 8 ഹൺഡ്രഡ്സ് നമ്മൾ എങ്ങനെയാണ് ഫിഗറിലോട്ട് എഴുതുന്നത്? 800. ഓക്കെ, ആ ബോക്സിൽ എഴുതുക 800. ഇനി 1200 എത്ര ഹൺഡ്രഡ്സ് ഉണ്ട്? 12 ഹൺഡ്രഡ്സ് ഉണ്ട്. 5 ഹൺഡ്രഡ്സിൽ എത്ര ഹൺഡ്രഡ്സ് ഉണ്ട്? 5 ഹൺഡ്രഡ്സ് ഉണ്ട്. അപ്പോൾ 12 minus 5 എന്ത് കിട്ടും? 7 കിട്ടും. അപ്പോൾ 7 ഹൺഡ്രഡ്സിനെ എങ്ങനെ ഫിഗർ ആയിട്ട് എഴുതും? 700. അങ്ങനെ പേജ് നമ്പർ 27 താഴത്തെ 2 പ്രോബ്ലംസും ചെയ്യണം കേട്ടോ. അത് തന്നെയാണ് പേജ് നമ്പർ 28, പേജ് നമ്പർ 29 എല്ലാം അത് തന്നെയാണ്. 1450 എത്ര ഹൺഡ്രഡ്സ് ഉണ്ട് നമുക്ക് നോക്കാം. 1450 എത്ര ഹൺഡ്രഡ്സ് ഉണ്ട്? 14 ഹൺഡ്രഡ്സ് ഉണ്ട്. 50 അല്ലേ? 50 ബാക്കി കിടപ്പുണ്ട് അല്ലേ? 50 ടെൻസ് ഉണ്ട്. ഓക്കെ, ഇനി 50 വൺസ് ഉണ്ട്.
1400s 51s ആണ് കേട്ടോ. 51s എന്ന് പറയാൻ പറ്റും. ഇത് രണ്ടും കൂടെ ചേർത്ത് 51s. 50 ഒറ്റ അങ്ങനെ 50 എണ്ണം 51s. ഇനി 600s എത്ര ഹൺഡ്രഡ്സ് ഉണ്ട്? 600s ഉണ്ട്. പ്ലേസ് വാല്യൂ അനുസരിച്ച് നമുക്ക് സബ്ട്രാക്ട് ചെയ്താലോ? സബ്ട്രാക്ട് ചെയ്താൽ 50 മൈനസ് 0 എന്ത് വരും? 50 വരും അല്ലേ? ഇനി 14 മൈനസ് 6 എന്താണ്? 8 ആണ് അല്ലേ? അപ്പോൾ 800s 51s കിട്ടി. 800s 51s ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 850 കിട്ടും അല്ലേ? 850. ഓക്കെ, അപ്പോൾ 1450 മൈനസ് 600 എന്ന് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ മൈനസ് ചെയ്താലും സ്പ്ലിറ്റ് ചെയ്ത് മൈനസ് ചെയ്താലും ഒരേ ഉത്തരം കിട്ടും അല്ലേ? അടുത്തൊരു ക്വസ്റ്റ്യൻ 1320 അതിനെ സ്പ്ലിറ്റ് ചെയ്യണം, എന്നിട്ട് സബ്ട്രാക്ട് ചെയ്യണം. മൈനസ് 700 സ്പ്ലിറ്റ് ചെയ്യണം, സബ്ട്രാക്ട് ചെയ്യണം. 1320 എത്ര ഹൺഡ്രഡ്സ് ഉണ്ട്? 1300s ഉണ്ട്. എത്ര വൺസ് ആണ്? 20 വൺസ് ഉണ്ട്. ഓക്കെ, ഇനി 700s എത്ര ഹൺഡ്രഡ്സ് ഉണ്ട്? 700s ഉണ്ട്. ഇതൊന്ന് മൈനസ് ചെയ്യാൻ പോവാണേ. 20യുടെ കൂടെ വൺസിനെ സ്ഥാനത്ത് മൈനസ് ചെയ്യാൻ എന്തുണ്ട്? ഒന്നുമില്ല, 0 തന്നെ. അപ്പോൾ 20. 13 മൈനസ് 7 എന്താണ്? 13 മൈനസ് 7 എന്ത് കിട്ടും? 6 കിട്ടും. 6. അപ്പോൾ 600. അപ്പോൾ 600 നമ്മൾ ഫിഗറിലോട്ട് എഴുതിയാൽ 600. ഈ 20 കൂടെ ആഡ് ചെയ്താൽ 620. അപ്പോൾ എന്ത് കിട്ടും? 620 അല്ലേ? അപ്പോൾ 1320 മൈനസ് 700 ചെയ്താൽ 620 കിട്ടും. സ്പ്ലിറ്റ് ചെയ്ത് മൈനസ് ചെയ്താലും 620 കിട്ടും അല്ലേ? കിട്ടുന്ന ഉത്തരം തമ്മിൽ കൂട്ടണം കേട്ടോ. ഈ ഹൺഡ്രഡ്സ് തമ്മിൽ പ്ലേസ് വാല്യൂ അനുസരിച്ച് കുറച്ചിട്ട് കിട്ടുന്ന ഉത്തരം തമ്മിൽ കൂട്ടുമ്പോൾ ഉള്ള ആൻസർ ആണ് ഇതിൻ്റെ ആൻസർ. ഓക്കെ, അതുപോലെ തന്നെ ഇനി എന്താണ്? ഇനി 1540 എത്ര ഹൺഡ്രഡ്സ് ഉണ്ട്? 1500s ഉണ്ട്, 40 ഉണ്ട്, പിന്നെ മിച്ചം 40 ഉണ്ട്. 400 എത്ര ഹൺഡ്രഡ്സ് ഉണ്ടാവും? 400s ഉണ്ടാവും. അപ്പോൾ ആ 41s അല്ലേ? 41s അവിടെ മൈനസ് ചെയ്യാൻ ഒന്നുമില്ല, 4 താഴത്തോട്ട് എഴുതി. ഇനി 1500 മൈനസ് 400s എന്ത് കിട്ടും? 1100s കിട്ടും. 1100 പ്ലസ് 40 എന്താണ് ആൻസർ? എന്ത് കിട്ടും? ആൻസർ കൂട്ടിയിട്ട് അവിടെ ബോക്സിൽ എഴുതണം കേട്ടോ. അത് സ്പ്ലിറ്റ് ചെയ്ത് നിങ്ങൾ അതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കണം. പേജ് നമ്പർ 29. സബ്ട്രാക്ട് ദ ഫോളോയിങ് ഇൻ യുവർ നോട്ട്ബുക്ക് ആസ് എബവ്. എന്താണ്? ഇതുപോലെ തന്നെ സ്പ്ലിറ്റ് ചെയ്ത് നോട്ട്ബുക്കിൽ ചെയ്യാനാണ് പറയുന്നത്. ഈ 1 2 3 4 5 6 7 ഈ 8 ക്വസ്റ്റ്യൻസ് എല്ലാവരും ഇതുപോലെ ഹൺഡ്രഡ്സിൻ്റെ സ്ഥാനം സ്പ്ലിറ്റ് ചെയ്തിട്ട് നോട്ട്ബുക്കിൽ ചെയ്ത് മിസ്സിന് ആൻസർ ചെയ്ത് തരണം കേട്ടോ. ആൻസർ നോട്ട്ബുക്കിൽ തന്നെ എഴുതിയാൽ മതി. ഓക്കെ, ഇനിയും സ്പ്ലിറ്റ് ആൻഡ് സബ്ട്രാക്ട് ആണ്. 1280 മൈനസ് 460 എങ്ങനെയാണ്? ഇവിടെ വൺസിൻ്റെ സ്ഥാനത്ത് 2 നമ്പേഴ്സ് ഉണ്ട് അല്ലേ? 12 എത്ര ഹൺഡ്രഡ്സ് ഉണ്ട്? 1200s 81s ഉണ്ട്. 460 400s 61s ഉണ്ട്. തമ്മിൽ ആഡ് ചെയ്യുകയാണ്. സബ്ട്രാക്ട് ചെയ്യുകയാണ്. സബ്ട്രാക്ട് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത് 80 മൈനസ് 60 എന്താണ്? 20. 12 മൈനസ് 4 8. അപ്പോൾ 800 പ്ലസ് 21s ആകുമ്പോൾ 820. അടുത്ത ക്വസ്റ്റ്യൻ 1370 അതിന് സ്പ്ലിറ്റ് ചെയ്യണം. എന്നിട്ടോ 830 മൈനസ് 830 അതിനെ സ്പ്ലിറ്റ് ചെയ്യണം. അപ്പോൾ 1300s പ്ലസ് 71s. ഓക്കെ, ഇതിനെയോ 830നെയോ 800s പ്ലസ് 31s അല്ലേ? ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത 830 എന്ന് എഴുതാം. ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് 1370 എന്ന് എഴുതാം. ഇനി ഈ 2 നമ്പേഴ്സ് തമ്മിൽ മൈനസ് ചെയ്യാനാണ് പറയുന്നത്. അപ്പം നമുക്ക് മൈനസ് ചെയ്യാം. വൺസിൻ്റെ സ്ഥാനത്തുള്ളതെല്ലാം ഒരുമിച്ച് മൈനസ് ചെയ്യാം. 70 മൈനസ് 30 എന്താണ്? 40 കിട്ടും. 40. 13 മൈനസ് 8 എന്ത് കിട്ടും? 5 കിട്ടും. അപ്പോൾ 500s പ്ലസ് 40 ഇത് നമ്മൾ ആഡ് ചെയ്യുന്നതായിരിക്കും. ഇത് നമ്മൾ മൈനസ് ചെയ്താൽ കിട്ടുന്ന ഉത്തരം 500 പ്ലസ് 40 എന്ത് കിട്ടും? 540. ഓക്കെ, ഇവിടെ എന്തുകൊണ്ടാണ് അഡീഷൻ മിസ് ചെയ്തേക്കുന്നത്? എന്തുകൊണ്ടാണെന്ന് മനസ്സിലായോ? ഈ നമ്പറിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയേക്കും. അതായത് 1300 പ്ലസ് 71s എന്ന് എഴുതിയേക്കുവാണ്. ഇവിടെ 830നെ 800s പ്ലസ് 31s എന്ന് എഴുതിയേക്കുക. അതുകൊണ്ടാണ് ഇടയ്ക്ക് അഡീഷൻ എന്ന് കാണിച്ചേക്കുന്നത്. ക്വസ്റ്റ്യൻ നമുക്ക് ഈ 2 നമ്പേഴ്സ് തമ്മിൽ മൈനസ് ചെയ്യാനാണ് പറയുന്നത്. അപ്പം നമ്മൾ
വൺസിന്റെ സ്ഥാനത്തുള്ള ഒരുമിച്ച് മൈനസ് ചെയ്യുക, 100ന്റെ സ്ഥാനത്തുള്ള ഒരുമിച്ച് മൈനസ് ചെയ്യുക. നേരെ മറിച്ച് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ എന്താണ്, ഇത് തമ്മിൽ കൂടുന്നതാണ് ഈ ഒരു നമ്പർ, ഇത് തമ്മിൽ കൂടുന്നതാണ് ഈ ഒരു നമ്പർ. അത് കാണിക്കാനാണ് ഇടയ്ക്ക് പ്ലസ് എഴുതിയിരിക്കുന്നത്. ഇനി കിട്ടുന്ന ഉത്തരങ്ങൾ തമ്മിൽ ആഡ് ചെയ്യുകയും വേണം, എന്നിട്ട് വേണം ആൻസർ അവസാനം എഴുതാൻ. ഓക്കെ, പേജ് നമ്പർ 29 അവസാനത്തെ ക്വസ്റ്റ്യൻ ചെയ്യുമല്ലോ. ഇനി അടുത്തത് എന്താണ്, പേജ് നമ്പർ 30 അതുപോലെ തന്നെ സ്പ്ലിറ്റ് ചെയ്യാനാണ് ചെയ്യണം. സബ്ട്രാക്ട് ദ ഫോളോയിങ് നോട്ട്ബുക്ക് ആസ് അബോവ്. പേജ് നമ്പർ 30 അത് തന്നെയാണ്, ഇതുപോലെ സ്പ്ലിറ്റ് ചെയ്ത് 100ഉം 1സും സ്പ്ലിറ്റ് ചെയ്ത് സബ്ട്രാക്ട് ചെയ്ത് നോട്ട്ബുക്കിൽ ചെയ്യാനാണ്. ഈ 8 ക്വസ്റ്റ്യൻസും ഇതുപോലെ സബ്ട്രാക്ട് നോട്ട്ബുക്കിൽ ചെയ്ത് ഹോംവർക്ക് ആയിട്ട് ചെയ്താണ്. ബാക്കിയുള്ളതെല്ലാം പെൻസിൽ ഉപയോഗിച്ച് ടെക്സ്റ്റ് ചെയ്യുക. ഇനി പേജ് നമ്പർ 31 ഫസ്റ്റ് കണ്ടോ, 1248 പ്ലസ് അതിനെ സ്പ്ലിറ്റ് ചെയ്തേക്കാം അല്ലേ. 1200 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു. 48നെ 40 ആക്കി, 10സും ആക്കി 1സും ആക്കി, ഒരുമിച്ച് ആക്കിയിട്ട് അല്ലേ, 10സും ആക്കി 1സും ആക്കി. 40 + 8 എന്ന് എഴുതി. 625ന് 600 + 20 + 5 എന്ന് എഴുതി. എന്നിട്ട് എന്ത് ചെയ്തു, എന്നിട്ട് വൺസിന്റെ സ്ഥാനത്തുള്ളതല്ല ഒരുമിച്ച് മൈനസ് ചെയ്ത് അല്ലേ. -5 14 - 20 20 1200 - 600 600 കിട്ടി. കിട്ടുന്ന ഉത്തരം എല്ലാം ആഡ് ചെയ്തു. 600 + 20 + 3 = 623. അടുത്ത ദിവസം ചെയ്ത് നോക്കാം. ഇവിടുത്തെ വ്യത്യാസം എന്താ, ആ വൺസിന്റെ സ്ഥാനത്തുള്ളതിന് പിന്നെ സ്പ്ലിറ്റ് ചെയ്ത് 10സും 1സും ആക്കി എടുത്ത് അല്ലേ. എന്താണ് ചെയ്തേക്കുന്നത്, ടെക്സ്റ്റ് എക്സസൈസിൽ എക്സാമ്പിൾ കൊടുത്തേക്കുന്നത് എന്താണ് എന്ന് മനസ്സിലാക്കണം. മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യാൻ. 1384 - 541 എന്നാണ്. അതിനെ സ്പ്ലിറ്റ് ചെയ്യാം. എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം, 1300 + 80 + 4. ഓക്കെ, ഇവിടെയോ 500 + 40 + 1. ഇനി ഈ രണ്ട് നമ്പേഴ്സ് തമ്മിൽ മൈനസ് ചെയ്യാൻ, അപ്പോൾ നമുക്ക് വൺസിന്റെ സ്ഥാനത്തോളം ഒരുമിച്ച് മൈനസ് ചെയ്യാം. 4 - 1 3. 80 - 40 എന്താണ് 40 + 13 - 5 എന്ത് കിട്ടും 800. ഓക്കെ, കിട്ടുന്ന ഉത്തരം തമ്മിൽ ആഡ് ചെയ്യുന്നത് 800 + 40 + 3 = 843. ഓക്കെ, ആൻസർ എന്താണ് 843. മനസ്സിലായി, വ്യത്യാസം എന്താണെന്ന് മനസ്സിലായത്. വൺസിനും 10സിനും സ്പ്ലിറ്റ് ചെയ്ത് കേട്ടോ. അങ്ങനെ അവസാനത്തെ ആ ക്വസ്റ്റ്യൻ ചെയ്യുക. 1525 - 812 അത് ചെയ്യുക. ഇനി സബ്ട്രാക്ട് 1525 - 803. ഫേസ് വാല്യൂ അനുസരിച്ച് ചെയ്ത് മൈനസ് ചെയ്യാം. 5 - 3 എന്താണ് 2. 2 - 0 2. 5 - 8 പറ്റുമോ, ഇല്ല. ഈ 1 ഇപ്പുറത്തോട്ട് ബോറോ ചെയ്യാം. 1 - 1 0. 1 ഇവിടെ കൊടുത്തു, കൂട്ടി വായിച്ചു അല്ലേ. 15 - 8 എന്താണ്, 15 - 8 7 ആണ് അല്ലേ, 7. അപ്പോൾ ആൻസർ എന്ത് കിട്ടി 0. ഇവിടെ വല്ലതും ഉണ്ടോ മൈനസ് ചെയ്യാൻ, ഇല്ല. അപ്പോൾ 722 എന്ന ആൻസർ കിട്ടും. ഓക്കെ, സബ്ട്രാക്ഷൻ ഒക്കെ എല്ലാവർക്കും അറിയാവുന്നതല്ലേ, ഫോർത്ത് സ്റ്റാൻഡേർഡ് ആയില്ലേ, അപ്പോൾ എല്ലാവർക്കും അറിയാം അല്ലേ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 1786 - 942. ഓക്കെ, 6 - 2 എന്താണ് 4. 8 - 4 4. 7 - 9 ചെയ്യാൻ പറ്റത്തില്ല. ഈ ഒരു 1 നമുക്ക് ഇപ്പോഴത്തെ ബോറോ ചെയ്യാം. 0 ആക്കി 7 ആക്കി. ഇവിടെ 1 ആയതുകൊണ്ട് -1 ചെയ്യുമ്പോൾ 1 - 1 0 ആണ് അല്ലേ. ആ 1 ഇങ്ങോട്ട് കൊടുത്ത് കൂട്ടി വായിച്ചു. 17 - 9 എന്താണ് 8 ആണ്. അപ്പോൾ ആൻസർ എന്ത് കിട്ടി 844. ഓക്കെ, അങ്ങനെ ബാക്കിയുള്ളതെല്ലാം ചെയ്യണം കേട്ടോ. പേജ് നമ്പർ 31 ബാക്കിയുള്ളതെല്ലാം ചെയ്യണം. ഇനി പേജ് നമ്പർ 32. There are 1343 students in a school. 672 of them are boys. How many are girls? എന്താണ് സ്കൂളിൽ ഉള്ള മൊത്തം സ്റ്റുഡൻസിന്റെ എണ്ണം കൊടുത്തിട്ടുണ്ട് അല്ലേ. 1343. അതിൽ 672 ബോയ്സ് ആണ്. അങ്ങനെ എത്ര ഗേൾസ് ഉണ്ടെന്ന് കണ്ടുപിടിക്കണം. എന്ത് ചെയ്യണം, സബ്ട്രാക്ട് ചെയ്യണം അല്ലേ. ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഈസ് ഈക്വൽ ടു എന്താണ് 1343 സ്റ്റുഡൻസ്. നമ്പർ ഓഫ് ബോയ്സ് ഈസ് ഈക്വൽ ടു 672. Therefore number of girls is equal to എന്താണ് 1343 - 672 ചെയ്യുക. നോട്ട്ബുക്കിൽ വർക്കൗട്ട് ചെയ്യുക. ഉത്തരം അവിടെ എഴുതുക. ഉത്തരം 671 എന്ന് കിട്ടും. 671 ഗേൾസ് ഉണ്ടാവും. സബ്ട്രാക്ട് ചെയ്യണം കേട്ടോ.
There are 2098 peoples in a village. ഒരു ഗ്രാമത്തിൽ 2098 peoples ഉണ്ട് അല്ലേ. 921 of them are males അല്ലേ. 921 ആണുങ്ങളുണ്ട്. റിമൈനിങ് ആണ് ഫീമെയിൽസ്. ബാക്കിയുള്ളതെല്ലാം പെണ്ണുങ്ങളാണ്. അങ്ങനെയെങ്കിൽ എത്ര ഫീമെയിൽസും എത്ര പെണ്ണുങ്ങളുണ്ട് അത് കണ്ടുപിടിക്കണം. എന്ത് ചെയ്യണം? ടോട്ടൽ നമ്പർ തന്നേക്കുന്നതിൽ വെച്ച് നമ്പർ ഓഫ് മെയിൽസിന്റെ നമ്പർ മൈനസ് ചെയ്യണം അല്ലേ. ടോട്ടൽ നമ്പർ ഓഫ് പീപ്പിൾസ് ഇൻ എ വില്ലേജ് ഇസ് ഈക്വൽ ടു 2098. Number of males is equal to 921. Therefore, number of females is equal to എന്താണ് 2098 minus 921. That is equal to 1177 എന്ന് കിട്ടും. ചെയ്ത് നോക്കുക. Okay. Ram and Shyam were the candidates of an election. റാമും ശ്യാമും എന്താണ് ഇലക്ഷന് മത്സരിക്കുകയാണ്. Ram got 2215 votes and Shyam got 1483 votes. റാമിന് 2215 വോട്ട് ഉണ്ട്. ഷ്യാമിന് 1483 വോട്ട്സ് ഉണ്ട്. Who won? By what margin? ആരാണ് ജയിച്ചത്? എന്തായിരിക്കും ആ ജയിച്ചതിന് എത്ര വോട്ട്സ് അധികം കിട്ടിയിട്ടാണ് ജയിച്ചത്? നമുക്കറിയാം റാം ആണ് ജയിച്ചത് അല്ലെ. റാമിനാണ് ഏറ്റവും കൂടുതൽ വോട്ട്സ് കിട്ടിയിരിക്കുന്നത്. നമ്പർ ഓഫ് വോട്ട്സ് റാം സെക്യൂർഡ്. എന്താണ് റാമിന് എത്ര വോട്ട്സ് കിട്ടി? 3215. നമ്പർ ഓഫ് വോട്ട്സ് ഷ്യാം സെക്യൂർഡ്. എന്താണ് ഷ്യാമിന് എത്ര വോട്ട്സ് കിട്ടി? അത് കിട്ടി 1483 വോട്ട്സ്. അങ്ങനെയെങ്കിൽ നെയിം ഓഫ് വിന്നർ. അങ്ങനെയെങ്കിൽ ഏതായിരിക്കും വിന്നർ? റാം ഇസ് ഈക്വൽ ടു റാം. മാർജിൻ ഓഫ് വോട്ട്സ് എത്രയാണ് മാർജിൻ? ആ എത്ര അതിർത്തിയിലാണ് എത്ര വോട്ട്സിന്റെ അടിസ്ഥാനത്തിലാണ് ജയിച്ചത്? എന്ത് ചെയ്യണം? 3215 മൈനസ് 1483. എന്താണ് ആൻസർ? കണ്ടുപിടിക്കുക. അതിന് ഉത്തരം അവിടെ എഴുതുക. മാർജിൻ ഓഫ് വോട്ട്സ് ഇസ് ഈക്വൽ ടു 3215 മൈനസ് 1483. അപ്പോൾ എന്ത് കിട്ടും? 1732 വോട്ട്സ് എന്ന് കിട്ടും. മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഉത്തരം 1732. അപ്പോൾ റാം ഡാഷ് വോൺ ബൈ ഡാഷ് മാർജിൻസ് ഓഫ് വോട്ട്സ് എന്ന് അവിടെ കിടക്കുന്നിടത്ത് റാം വോൺ ബൈ 1732 മാർജിൻ ഓഫ് വോട്ട്സ് എന്ന് എഴുതുന്നു. ഇനി ഷീല വോട്ട് എ ഗ്രൈൻഡർ ആൻഡ് എ ഫാൻ ആൻഡ് പെയ്ഡ് rupees 4250. ഷീല എന്താണ് ഗ്രൈൻഡറും ഫാനും വാങ്ങിച്ചു. ₹4215 ആയി. ഫാന് എത്ര രൂപയായി? 984 rupees ആയി. അങ്ങനെ ഗ്രൈൻഡറിന്റെ വില എത്രയാണ്? മൈനസ് ചെയ്യണം അല്ലേ. ടോട്ടൽ കോസ്റ്റ് ഓഫ് ഗ്രൈൻഡർ ആൻഡ് ഫാൻ ഇസ് ഈക്വൽ ടു 4215 rupees 4215. Cost of fan is equal to rupees 984. Therefore, cost of grinder is equal to rupees 4215 minus rupees 984 is equal to dash rupees. ഉത്തരം കണ്ടുപിടിച്ചിട്ട് അവിടെ എഴുതണം. Gigi got 8000 as her salary. ജിജിക്ക് 8000 rupees സാലറി ആയിട്ട് കിട്ടി. She deposited 795 in a bank. എന്താണ് ഒരു ബാങ്കിൽ 795 rupees ഡെപ്പോസിറ്റ് ചെയ്ത് നിക്ഷേപിച്ചു. What is the remaining amount with her? ആണെങ്കിൽ കയ്യിൽ എത്ര രൂപ മിച്ചമുണ്ടായിരിക്കും ജിജിയുടെ? Month salary of Gigi. ജിജിക്ക് എത്ര രൂപയാണ് മാസം സാലറി കിട്ടുന്നത്? ₹8000. Amount deposited. എത്ര രൂപ ഡെപ്പോസിറ്റ് ചെയ്തു? 795 rupees ഡെപ്പോസിറ്റ് ചെയ്തല്ലേ. Balance amount is equal to 8000 minus 795 is equal to dash rupees. എന്താണ് ഉത്തരം എന്ന് കണ്ടുപിടിച്ചിട്ട് അവിടെ എഴുതുക. പേജ് നമ്പർ 33 എന്താണ് കുറച്ച് ക്ലോക്സിന്റെ പടങ്ങൾ കൊടുത്തിട്ടുണ്ട് അല്ലേ. അതായത് സമയം കണ്ടുപിടിച്ചിട്ട് എഴുതണം. ഫസ്റ്റ് 2, സെക്കൻഡ് വൺ 7, തേർഡ് വൺ 11:33, ഫോർത്ത് വൺ എന്താണ് 7:30. അങ്ങനെ അങ്ങനെ ആ പേജ് നമ്പർ 33 ഫുൾ ഏത് സമയമാണ് കണ്ടുപിടിച്ചിട്ട് അവിടെ എഴുതുക. ഇനി ഡ്രോ പേജ് നമ്പർ 34 ഡ്രോ ഹാൻഡ്സ് ഓഫ് ദ ക്ലോക്ക് ആൻഡ് ഷോ ദ ടൈം. ഇതിൽ സമയം കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഹവർ ഹാൻഡ് മിനിറ്റ് ഹാൻഡ് വരയ്ക്കാനാണ്. 3 മണിയിൽ മിനിറ്റ് ഹാൻഡ് ഹവർ ഹാൻഡ് എവിടെ ആയിരിക്കും? ഹവർ ഹാൻഡ് 3 മിനിറ്റ് ഹാൻഡ് 12 ആയിരിക്കും അല്ലേ. അങ്ങനെ ഓരോ സമയങ്ങളും കണ്ട് അതിൻ്റെ ഹാൻഡുകൾ വരച്ച് കൊടുക്കണം. സമയം ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കി അതിൻ്റെ ഹാൻഡുകൾ വരച്ച് ഈ ക്ലോക്കിൽ വരച്ച് ചേർക്കണം. ഓക്കെ. ഇപ്പോൾ പേജ് നമ്പർ 34 വരെയുള്ള ഹോംവർക്ക്സ് എല്ലാം പ്രാക്ടീസ് ബുക്ക് ചെയ്ത് മിസ്സിന് ഹോംവർക്ക് ആയിട്ട് അയച്ചു തരിക. ഇതിന് ഡൗട്ട് ഉണ്ടെങ്കിൽ മിസ്സിനെ കോൺടാക്ട് ചെയ്യാം എല്ലാവരും. അപ്പം എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്.